ഹായ്, ഇറ്റ്സ് മീ ഗോപിക. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു സീനറി വീഡിയോ ആയിട്ടാട്ടോ. ഒരു ഫ്രീ ഹാൻഡായിട്ട് ഒരു സീനറി വരയാമെന്ന് വിചാരിച്ചു. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല വൈകുന്നേരത്ത് നല്ല മഴയും ഇടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ പറയുക, ഭയങ്കര നൊസ്റ്റാൾജിക്കായി പോയി. ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ചിത്രം വരഞ്ഞാലോ, എന്താ പറയുക, ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീൽ. ആ ഒരു സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് ഞാൻ എൻ്റെ വീടും അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള കായലും അതേപോലെ വാഴത്തോട്ടങ്ങൾ, അതേപോലെ കവുങ്ങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന് ഒരു സൈഡിലായിട്ടാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു സീനറിയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പിക്കായാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പിക്ക് മനസ്സിൽ കണ്ടിട്ട് വരയണത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് ഞാനൊന്ന് വരഞ്ഞ് എന്താ പറയുക, ഫ്രീ ഹാൻഡ് അതിൻ്റെ മനസ്സിൽ അപ്പോൾ കാണുന്നത് വെച്ച് വരണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ എന്താ പറയുക, നമ്മൾ അടുത്ത് കാണുന്ന വ്യൂവിൽ അത് വീടാണ് വരഞ്ഞു കൊടുക്കണത്. വീട് വരഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കിലുള്ള എല്ലാ സംഭവങ്ങളും വരഞ്ഞു കൊടുക്കണത്. ഞാൻ വീഡിയോ എന്താ പറയുക, ചിത്രം വരയായിരുന്നപ്പോൾ തൊട്ടിട്ട് എൻ്റെ കൂടെയുള്ള ഒരാളാണ് ഒരു ഈച്ചക്കുട്ടൻ. കുറേ നേരമായിട്ട് അത് എന്താ പറയുക, ഈ വീഡിയോ അവസാനിക്കുന്ന വരെ അവൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എത്ര ആട്ടിയിട്ടും പോകണമില്ല. എന്താ പറയുക, ഞാൻ പെയിൻ എവിടെ വയ്ക്കണം അവിടെ വന്നിരിക്കുകയാണ്. അതാണിപ്പോൾ അവൻ്റെ മെയിൻ പണി. അപ്പം ഞാൻ ആദ്യം വീടൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അതിന് എന്താ പറയുക, കുറച്ച് മിനുക്കപ്പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലൊരു കവുങ്ങ് കൂടി വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിങ്ങനെ ജസ്റ്റ് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ വീഡിയോ എൻ്റെ സംസാരം നിങ്ങളെ ലേഖടിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇനി ഞാൻ അതിൽ കുറച്ച് എന്താ പറയുക, മലകളും അതിൻ്റെ ബാക്കിൽ വരുന്ന വ്യൂ ആണ് വരയുന്നത് കേട്ടോ. വീടിൻ്റെ ബാക്കിൽ വരുന്ന വ്യൂ ആണ് മലയും. അതേപോലെ തന്നെ ഇനി കുറച്ച് പാടം അങ്ങനെയൊക്കെ വരയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ വിട്ടിട്ട് പോകണേ ഇല്ല. അതേപോലെ തന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ എന്താ പറയുക, ഒരു ഇതവിടെ പതിക്കണ കാരണം ഞാൻ പിന്നെ ജസ്റ്റ് അത് അത്ര എഡിറ്റൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കണോ. അതേപോലെ തന്നെ ഇനി ആ മലയുടെ സൈഡിലൊക്കെ വെച്ചിട്ട് എന്താ നമ്മളെ എന്ത് മരമാണ്, ആ മരങ്ങൾ വരഞ്ഞു കൊടുക്കുകയാണ്. അത് നല്ല ബ്ലാക്കായിട്ട് കുറച്ചും കട്ടിയിലാട്ടോ വരഞ്ഞു കൊടുക്കണം. അപ്പോഴത് ബാക്കിൽ നമുക്ക് എടുത്ത് കാണാൻ പറ്റുള്ളൂ വരയണ സമയത്ത്. ഞാനെപ്പോഴും ഫ്രീ ഹാൻഡ് ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത്, പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ എൻ്റെ ബുക്കിൽ ചിലപ്പോൾ ഞാൻ വരയ്ക്കും. അപ്പോൾ ആ സമയത്ത് ആദ്യം ഞാൻ വരയ്ക്കുക എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളെ തൊട്ടടുത്ത് കാണുന്ന വ്യൂ ആദ്യം വരാം, അതിനുശേഷം പിന്നെ ബാക്കിലെ വ്യൂ പിന്നെ വരയാം. അങ്ങനെ വരയുമ്പോഴാണ് കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ചിത്രം വരയുന്ന സമയത്ത്. ആദ്യമൊക്കെ ചിത്രം വരയുന്ന സമയത്ത് ഫ്രീ ഹാൻഡായിട്ട് എന്ത് പറഞ്ഞാലും അതിന് ഒറിജിനാലിറ്റി കിട്ടിയതില്ല. പക്ഷേ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം ഒരു മരം വരയും, അതിന് തൊട്ട് താഴെ ഒരു വീടും വരയും. പക്ഷേ അപ്പോൾ അത് എത്രത്തോളം ശരിയാവില്ല. അപ്പോൾ വീടും ഒരു മരം കൂടിയുള്ള കേസ് വരുന്ന സമയത്താട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ആദ്യം നമ്മൾ വീട് വരഞ്ഞ് അതിനോട് ചേർന്ന് നമ്മളൊരു മരം വരയുന്നതും ആദ്യം മരം വരഞ്ഞിട്ട് പിന്നെ ഒരു വീട് വരയുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ വരയണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി പിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് കുറച്ചും കൂടി ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്ത് തുടങ്ങും. പിന്നെ നമ്മൾ വരഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറേ മാറ്റം നമുക്ക് വരും. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. നമ്മളെ നേരിട്ട് കാണുന്ന വ്യൂ ആദ്യം വരയുക, അതിനുശേഷം പിന്നെ അതിൻ്റെ ബാക്കിലുള്ളത് വരയുക. അങ്ങനെ വരയുമ്പോഴാണ് ചിത്രത്തിന് ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചിത്രം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മലയും കുന്നും അത് എന്താ പറയുക, തെങ്ങും, പിന്നെ ഞാൻ വാഴയൊക്കെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. വാഴയെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. വാഴ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വരയുന്നുണ്ട്. പിന്നെ പാടം അങ്ങനെയൊക്കെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ചിത്രം. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചിത്രം ഇതാ വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വെറുതെ ഒരു ഒപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.